എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. രവി വാ, ഇന്നത്തെ കലാപരിപാടി തുടങ്ങാൻ പോകുന്നു. പതിവ് പോലെ അച്ഛനെ കാണാൻ മിനിമോൾ എത്തി. ഏതായാലും മിനിമോള് അച്ഛനെ കണ്ടുപോയിക്കോട്ടെ അല്ലേ? വാസുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ നീ. രണ്ടാളെ കൊന്നാളാ വാസുവേട്ടൻ. പണ്ട് ബോംബെയിൽ അധോലോകത്തിലായിരുന്നു. ദേഷ്യം പിടിച്ച ഇപ്പോഴും പെശക. എന്നാ പിന്നെ എനിക്ക് BCP എനിക്കപ്പാ. ആഹാ യശോദയെ കട നോക്കിക്കോളേ, ഞാൻ പോരാ. നിനക്ക് ഞങ്ങളുടെ കൂടെ വരെ പേടിയൊന്നുമില്ല. നിനക്ക് പേടിയൊന്നുമില്ലല്ലോ. ഞാൻ പാലം വലിക്കില്ല. അച്ഛൻ എന്റെ കർത്താവേ, ഞാൻ എന്താ പോണു? എവിടെയോ കണ്ടു മറന്ന മുഖം. സാറിന് ഇതേ ഛായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ? ഇത് ഞാനാ, മിനിമോളാ. ആ പാടെ ഒരു പിശാചിനെ പോലെ ഉണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ ഞാനങ്ങ് വേരണ്ടു പോയി. ആഴ്ചക്ക് അശ്രീകരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും. മിനിമോളാ. അച്ഛൻ എന്നെ മനസ്സിലായില്ല അച്ഛാ. പൊന്നോ, ഒടുക്കത്താ പിന്നെ. മിനിമോളോ? കുട്ടി ഏതാ? അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. എല്ലാവർക്കും സമാധാനമായല്ലോ. നോക്കി നിൽക്കാതെ ഈ ഭ്രാന്തനെ പിടിച്ച് സെല്ലിൽ അടക്കണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറ. തന്റെ അപ്പനാണോ ഭ്രാന്ത്? നിന്റെ തന്തയാടാ ഭ്രാന്തൻ. ദേ, ഇനി എന്നെ ഭ്രാന്തൻ ഞാൻ വിളിച്ചാലുണ്ടല്ലോ, കൊന്നു കളയും നിന്നെ ഞാൻ. നീ വീണ്ടും ഇവിടേക്ക് വന്നാൽ നിന്റെ തലച്ചൂരിലേക്ക് ഞാനൊരു ഷോക്ക് തരും. പിന്നെ നീ ആയുസിൽ എഴുന്നേറ്റ് എടുക്കണ്ട. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. പുറകെ ഞങ്ങളുണ്ട്. എടാ തെണ്ടി, ഉഡായിപ്പ് കളിക്കല്ലേ, പണി പാളും. കീപ് ഇൻ മൈൻഡ്. ഇവിടെ കിടന്ന് കൂടുതൽ പെർഫോമൻസ് കാണിച്ചാലുണ്ടല്ലോ, അവര് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞ് പിടിച്ചകത്തിടും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ശരി എങ്കിൽ എത്രയും പെട്ടെന്ന് പണമടച്ച് അച്ഛനെയും കൊണ്ട് പോയിക്കോളൂ. അപ്പൊ ഇത് മൃഗാശുപത്രി അല്ലേ? മൃഗാശുപത്രിയോ? ഒന്ന് പോണേ, ഇറങ്ങി പോണേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ പോകുമല്ലോ മുമ്പിൽ. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം. ആയിക്കോട്ടെ. അപ്പോ ഞങ്ങളങ്ങോട്ട് വരട്ടെ.